ഹലോ, അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടുള്ള ചെറിയൊരു ഈവനിങ് വ്ളോഗ് കണ്ടിടുന്നത്. വേറെ എവിടെയല്ല, നമ്മൾ എല്ലാവരും കൂടി പോകുന്നത് ഗുണ കേവ് കാണാനാണ്. കൊടൈക്കനാൽ ഗുണ കേവ് അല്ല, എറണാകുളത്തുള്ള ഗുണ കേവിലേക്ക്. അപ്പോൾ എൻ്റെ ഉമ്മയും ഉമ്മയുടെ രണ്ടാമത്തെ അനിയത്തിയും എറണാകുളത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞ് അങ്ങനെ അവരെ നോക്കി നടന്ന് ലാസ്റ്റ് ഓണം ഫെസ്റ്റിൻ്റെ അവിടെ നിന്നാണ് അവരെ കിട്ടിയത് കേട്ടോ. അങ്ങനെ അവരെയൊക്കെ കൂട്ടിയിട്ട് ഗുണ കേവ് കാണാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ അവിടെ എത്തിയപ്പോൾ തന്നെ സെറാക്ക് ബലൂൺ കണ്ട് ബലൂൺ വേണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊന്നും വാങ്ങിക്കൊടുത്തുമില്ല. ലാസ്റ്റ് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയി. ടിക്കറ്റ് എടുത്ത് നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി ഗുണ കേവിൻ്റെ ഉള്ളിലേക്ക് കയറി. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സെറ്റായിരുന്നു കേട്ടോ ഗുണ കേവ്. ശരിക്കും ഗുഹൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് പോലെ. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പുറത്ത് പോകുന്നത് ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷമായിട്ട് നമ്മൾ അങ്ങനെ ഓവറായിട്ട് പുറത്തേക്ക് പോകുകയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും കൂടി ഒത്തുകൂടിയ സമയമായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണം വെക്കേഷന്. അങ്ങനെ എല്ലാ മക്കളും ഭയങ്കര ഹാപ്പിയാണ്, കൂടി ഞങ്ങളും. അങ്ങനെ ഉമ്മയും ഉമ്മയുടെ അനിയത്തിമാരും എല്ലാവരും കൂടിയിട്ട് സുഭാഷേ എന്നും പറഞ്ഞിട്ട് എല്ലായിടത്തും ഇങ്ങനെ വിളിച്ച് നടക്കണമായിരുന്നു. പക്ഷേ അടിപൊളി സെറ്റായിരുന്നു കേട്ടോ. ഈ വർക്ക് ചെയ്തവർ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ സുഭാഷ് വീണ കുഴിയും കാര്യങ്ങളൊക്കെ കണ്ട് അത് കഴിഞ്ഞൊരു കർട്ടൻ തുറന്നപ്പോഴത്തേക്കും ഫുൾ മൃഗങ്ങളും കാര്യങ്ങളും. ഈ മൃഗങ്ങളെല്ലാം സ്പോഞ്ചിൽ ഉണ്ടാക്കിയേക്കണേ കേട്ടോ. പക്ഷേ അവിടെ പാറി നടക്കുന്നതും എല്ലാമായിട്ട് പക്ഷികളും പാമ്പും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. അങ്ങനെ സെറാക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ ഭയങ്കര മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവളും ഉമ്മയും നല്ല ടേംസ് ആൻഡ് കണ്ടീഷനിൽ പോണേണ്. കാരണം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് അവളെ നോക്കേണ്ടതായിട്ട് വരില്ല. കാരണം ഉമ്മയുടെ അനിയത്തിമാരുടെ മക്കളും ഉമ്മയൊക്കെ ആയിരിക്കും ഇവൾക്ക് കൂട്ട്. അങ്ങനെ ദേ ഉമ്മാമ്മ ദേ എന്നും പറഞ്ഞിട്ട് എല്ലാം കാണിച്ചു കൊടുക്കണേണ്. അപ്പോൾ ഉമ്മ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയണേണ് തത്ത എന്നാണ് പറയണത്. പക്ഷെ അത് പ്രാവാണ്. അപ്പോൾ ഉമ്മയുടെ അനിയത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ഉമ്മീൻ്റെ രണ്ടാമത്തെ അനിയത്തിയാണേ. അപ്പോൾ ഇങ്ങനെ മീനിനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കണേന്. മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ അവർ ഈ സ്പോഞ്ച് വെച്ചിട്ട് ഉണ്ടാക്കിയ ഡൈനോസറിനെ കാര്യങ്ങളൊക്കെ പിടിച്ച് എല്ലാം കണ്ട് നമ്മൾ അങ്ങനെ സ്റ്റാളിലേക്ക് വന്നു കേട്ടോ. സ്റ്റാളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റൊക്കെ ആയിരുന്നു, എന്നാലും കുറച്ച് കത്തിയായിരുന്നു. അങ്ങനെ കളിക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോഴത്തേക്കും ഉമ്മയുടെ മൂന്നാമത്തെ അനിയത്തിൻ്റെ മോനെ കാണാണ്ടായിട്ട് അവനെ തപ്പിപ്പിടിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ടയേർഡായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.